ഇന്നെല്ലാവരും കാത്തിരിക്കുന്നത് സാക്ഷാൽ ദുൽഖർ സൽമാന്റെ സർപ്രൈസിന് വേണ്ടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ചെറിയൊരു സർപ്രൈസ് ഒക്കെ നൽകിയിരുന്നു. എന്നാൽ അതൊന്നുമല്ല മലയാളികൾക്ക് വേണ്ടത്. കാരണം മലയാളത്തിന്റെ ഏറ്റവും ഹൈപ്പുള്ള ഒരു മാസമാണ് വരാൻ പോകുന്നത്. ആ മാസത്തിലേക്ക് ഗംഭീര സിനിമകളുടെ അപ്ഡേറ്റുകളെല്ലാം നൽകി കഴിഞ്ഞു. ഇനിയൊരു ദുൽഖർ സൽമാൻ മാത്രമേ ഉള്ളൂ. മലയാളികൾക്ക് പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. മലയാള സിനിമയുടെ അമരക്കാരിൽ ഒരാളായ മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ നിന്നും മാറി പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കാൻ താരത്തിന് സാധിച്ചിരുന്നു. ബോളിവുഡിലും ടോളിവുഡിലും കോളിവുഡിലും അടക്കം മുൻനിര ചിത്രങ്ങളുടെ ഭാഗമാകാനും വലിയ ആരാധക പിന്തുണ നേടിയെടുക്കാനും മലയാളി താരത്തിന് സാധിച്ചിരുന്നു. ലോകാബ് ചാപ്റ്റർ 1, ചന്ദ്ര അടക്കമുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച വേഫർ ഫിലിംസിലൂടെ നിർമ്മാണ രംഗത്തും ദുൽഖർ സജീവമാണ്. എന്നാൽ 2023 ദുൽഖർ കേന്ദ്ര കഥാപാത്രമായി മലയാളത്തിൽ നിന്നും ഒരു സിനിമ പുറത്തിറങ്ങിയത്. അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തിയ കിങ് ഓഫ് കൊത്തയായിരുന്നു ദുൽഖർ നായകനായ അവസാന മലയാള ചിത്രം. വലിയ ഹൈപ്പിലെത്തിയ ചിത്രം എന്നാൽ തിയേറ്ററുകളിൽ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. വലിയ ട്രോളുകളായിരുന്നു കിങ് ഓഫ് കൊത്തയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇതൊക്കെ കേട്ട ദുൽഖർ അതൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ മലയാളത്തിലേക്ക് പിന്നെ വന്നതേയില്ല. പിന്നീട് 3 വർഷത്തോളം അന്യഭാഷകളിൽ സജീവമായ താരം വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രമാണ് നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം. ഓഗസ്റ്റ് 20 ഖലീഫ, ബദ്ലേം കുടുംബ യൂണിറ്റ് തുടങ്ങിയ ചിത്രങ്ങൾക്കൊപ്പം ഓണം ക്ലാഷ് റിലീസാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. എന്നാൽ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊന്നും പുറത്തു വരാത്തതാണ് ഇപ്പോൾ ആരാധകരെ നിരാശപ്പെടുത്തുന്നത്. പൃഥ്വിരാജിന്റെ ചിത്രമായ ഖലീഫയും നിവിൻ പോളി ചിത്രം ബദ്ലഹേമിലെയും ഓരോ ഗാനങ്ങൾ വീതം പുറത്തു വന്നെങ്കിലും ഐ ആം ഗെയിമിന്റേതായി ഒരു ടീസർ പോലും പുറത്തു വന്നിട്ടില്ല. ആക്ഷൻ ചിത്രമാണെന്ന് സൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിലും ചിത്രത്തിന്റെ കഥാപശ്ചാത്തലത്തെക്കുറിച്ചോ ജോണറിനെക്കുറിച്ചോ യാതൊരു അറിവും പ്രേക്ഷകർക്കില്ല. അപ്ഡേറ്റുകൾ പുറത്തുവിടാൻ ഇത്രയും വൈകുന്നത് ചിത്രത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് പലരും വിലയിരുത്തുന്നത്. മറുവശത്ത് മോഹൻലാൽ ക്യാമിയോ റോളിലെത്തുന്ന പൃഥ്വിരാജിന്റെ വമ്പൻ ആക്ഷൻ ചിത്രവും ഖലീഫയും റോംകോം ജോണറിൽ കരുത്തനായ നിവിൻ പോളിയും മത്സരത്തിനെത്തുമ്പോൾ ഐ ആം ഗെയിമിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടാതെ ചില ഓൺലൈൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ സജീവമായി ചർച്ചയിലുമാണ്. ചിലർ പറഞ്ഞു വയ്ക്കുന്നത് ഇൻസൈഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഓണത്തിൽ ഇറങ്ങുന്ന ഒരു ചിത്രം തിയേറ്ററിൽ ദുരന്തമാകാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇതിന് പലരും അനുമാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും 3 ചിത്രങ്ങളുടെയും പേരുകളൊക്കെ എടുത്തു പറയുന്നുണ്ട്. ഇതിൽ ഏതൊരു ചിത്രം ദുരന്തമാകുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ ഇൻസൈഡ് റിപ്പോർട്ടുകളൊക്കെ ഓരോ ആരാധകന്റെ ചിന്തയിൽ ഉദിക്കുന്നത് മാത്രമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകുന്നില്ല. ഇതൊക്കെ എല്ലാ പ്രാവശ്യവും ഇങ്ങനൊരു ക്ലാഷ് വരുമ്പോൾ പുറത്തു വരുന്നതാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടുന്നുണ്ട്. ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ ഈ 3 ചിത്രത്തെയും വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. അതേസമയം അടുത്ത ദിവസം തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്നേ ദിവസം ഒരു സർപ്രൈസ് ദുൽഖർ പ്രഖ്യാപിച്ചു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്താണെന്ന് പോലും പ്രേക്ഷകർക്കും വലിയ പിടിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ വരുന്നു ഇന്നത്തെ ദിവസത്തെ ആ വലിയ സർപ്രൈസ്. സാക്ഷാൽ ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഇന്ന് 6 മണിക്ക് ചിത്രത്തിന്റെ വമ്പൻ ട്രെയിലർ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. നല്ല പൈസ മുടക്കി മോളിവുഡിന് തീർത്തും പുതുമയുള്ള ഒരു വൻ പരിപാടി വരുന്നുണ്ട്. ലോകയിലൂടെ പ്രേക്ഷകർ നൽകിയ ധൈര്യം തന്നെയാണ് ഐ ആം ഗെയിമിന്റെ ഫ്യൂവൽ. കിങ് ഓഫ് കൊത്ത പോലെ ഒരു ക്ലീഷേ ഐറ്റം അല്ല DQ നിങ്ങൾക്ക് വേണ്ടത് എന്നത് പ്രേക്ഷകർ തന്നെ എടുത്ത് പറയാണ്. ഇതുപോലെ ഒരു ഡിഫറൻസ് സെറ്റപ്പ് തന്നെയാണ്. നഹാസ് ചതിക്കില്ല എങ്കിൽ വൻ ലെവൽ കത്തികൽ ഉറപ്പിക്കാം. ട്രെയിലറിന്റെ വിവരം അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ ഒന്ന് കിടുങ്ങിയിരിക്കുകയാണ്. ഇതിലെ ദുൽഖർ സൽമാൻ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നായകനാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഗംഭീര ദുൽഖർ സൽമാൻ വരവ് തന്നെ ആയിരിക്കും. ആ വരവിന്റെ കാര്യം ദുൽഖർ അറിയിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടതെന്നാണ് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ ചോദിക്കുന്നത്. ഇതുവരെ ട്രെയിലറാണ് വരുന്നതെന്ന് യാതൊരു പിടിയുമില്ലായിരുന്നു. അപ്പോൾ ട്രെയിലർ തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ആദ്യ സംഭവം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇന്നത്തോടുകൂടി അറിയാം എന്താണ് ഐ ആം ഗെയിം എന്ന ചിത്രം എന്നത്. നഹാസ് ചതിക്കത്തില്ല എന്ന് തന്നെയാണ് ഓരോ ആൾക്കാരും പറഞ്ഞു വെക്കുന്നത്. എന്നാൽ മലയാളത്തിൽ മാത്രമല്ല, ദുൽഖർ അങ്ങ് തെലുങ്കിൽ നിന്നും ചില സർപ്രൈസുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ തൊട്ടാണ് ഐ ആം ഗെയിമുമായിട്ടുള്ള ചർച്ച മലയാളികൾ തുടങ്ങി വെച്ചത്. ദുൽഖർ സൽമാനും പൂജ ഹെഗ്ഡെ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ശ്രീ ശ്രീ സിനിമയുടെ ആദ്യ ഗാനം പുറത്തു വന്നത്. ബൊമ്മ ബൊമ്മ എന്ന് തുടങ്ങുന്ന ലിറിക്കൽ ഗാനം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ദുൽഖർ സൽമാൻ, പൂജ ഹെഗ്ഡെ ടീം ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ഒരു യാത്രയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു റൊമാൻറ്റിക് മെലഡി ദുൽഖറിന്റെയും പൂജയുടെയും കിടിലൻ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൊണ്ടും ശ്രദ്ധേയമാണ്. ദേശീയ അവാർഡ് ജേതാവായ GV പ്രകാശ് കുമാർ ഈണം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് കപിലനാണ്. നവാഗതനായ രവി നെലകുരുതി കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ശ്രീ ശ്രീ. SLB സിനിമാസിന്റെ ബാനറിൽ സുധാകർ ചെറുകൂരിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ദുൽഖറും പൂജയും പുറമെ ദീക്ഷിത് ഷെട്ടി, രമ്യ കൃഷ്ണൻ, ജഗവതി ബാബു എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ആദ്യ ഗാനം പുറത്തു വരുമ്പോൾ ഒരു ബോളിവുഡ് സിനിമയുടെ വൈബടിക്കുന്നുണ്ട് എന്നതും രൺബീർ കപൂറും ദീപിക പദുകോണും നായികന്മാരായ എ ജവാനി എ ദിവാനയുടെ വൈബടിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർ പോലും ഈ അവസരത്തിൽ പറയുന്നുണ്ട്. തെലുങ്കിൽ വലിയ ഫാൻ ബേസ് ഉള്ള ദുൽഖർ സൽമാൻ നായകനാകുന്ന 5ാമത്തെ തെലുങ്ക് ചിത്രമാണ് ഇത് വന്നപ്പോഴാണ് വലിയ ചർച്ച സോഷ്യൽ മീഡിയയിൽ പുരോഗമിച്ചപ്പോൾ തൊട്ടു പിന്നാലെ ദുൽഖർ ഐ ആം ഗെയിം എത്തുന്ന വിവരം കൂടി അറിയിച്ചു. സാക്ഷാൽ ട്രെയിലർ തന്നെ. ഇതോടുകൂടി മുറവിളി കൂട്ടിയ ആരാധകർ ഒന്ന് ശാന്തരായിട്ടുണ്ട്. എന്തായാലും ദുൽഖർ തന്റെ പിറന്നാൾ ദിനം വലിയ ആഘോഷമാക്കാൻ ഒരുങ്ങുന്നത് 3 അപ്ഡേറ്റുകൾ പ്രേക്ഷകർക്ക്
സന്ദേശമൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഐ ആം ഗെയിമിന്റെ ട്രെയിലർ കൂടാതെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ശ്രീ ശ്രീ എന്ന ചിത്രത്തിലെ ആദ്യ ലിറിക്കൽ ഗാനം ഇന്ന് വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. അതും തെലുങ്കിൽ നിന്ന് തന്നെ ആകാംക്ഷംലോ ഒക്കെ താര എന്ന ചിത്രത്തിന്റെ ആദ്യ സിംഗിൾ. ഇന്നറിയാം എന്താണ് സംഭവമെന്ന്. മിക്കവാറും ഒരു ഗംഭീര സംഭവം നമ്മുടെ മലയാളം സിനിമയിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു പടക്കൻ സാധനം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏത് ടൈപ്പ് ജോണർ ആയിരിക്കും ദുൽഖർ ഐ ആം ഗെയിം എന്ന ചിത്രത്തിലൂടെ പറയാൻ പോകുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.